Good afternoon, sir. It's me, Muhammad Ali. I'm from 4th semester Unitary LLB. So I would like to raise my question from congratulating your charisma, your leadership power to report the to publish the HAMA committee report. Even though it was started the proceedings in December 2019, it was delayed for 5 years, and under your leadership it was published. But my question is that, sir, the paragraphs from 97 to 109, from the page number 49 to 53, sections from the page number 69 to 90, and the pages from 161 to 196. What hampers your charisma, your leadership, such a very charismatic team to publish such a confidential matters? What is the speciality to hamper you from publishing them? Sir, please. സമദ് സാർ എന്നെ വിളിച്ചുകൊണ്ട് വന്ന് ഇത്രയും വെട്ടിലാക്കുമെന്ന് ഞാൻ കരുതിയില്ല. വളരെ നല്ലൊരു ചോദ്യമാണ്. ഈ വിവരാവകാശ നിയമത്തിൽ വിവരം 3 തരമാണ്. ഒന്ന്, കൊടുക്കാവുന്ന വിവരങ്ങൾ. 31 ഖണ്ഡികയുള്ള വിവരാവകാശ നിയമത്തിലെ 30 ഖണ്ഡികകളിലും പറയുന്നത് എങ്ങനെ വിവരം കൊടുക്കാം, അല്ലെ വിവരം എന്താണ്, എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ്. രണ്ടാമത്തത്, ഏതൊക്കെ വിവരങ്ങൾ കൊടുക്കാതിരിക്കാം, അത് 8-ാം വകുപ്പിലാണ് പറയുന്നത്. 8-ാം വകുപ്പിന് 10 ഖണ്ഡികകളുണ്ട്. അത് പ്രകാരം വിവരം കൊടുക്കാതിരിക്കാം. അപ്പോൾ കൊടുക്കാവുന്ന വിവരങ്ങളും കൊടുക്കാൻ പാടില്ലാത്ത വിവരങ്ങളുമായി. മൂന്നാമതൊരു തരം വിവരമുണ്ട്. അത് കൊടുക്കാവുന്നതും കൊടുക്കാൻ പാടില്ലാത്തതുമായ വിവരങ്ങൾ കൂടിക്കുഴഞ്ഞുള്ളത്. ഇങ്ങനെ 3 തരത്തിലാണ് നമ്മുടെ ആക്ട് വിവരത്തെ വേർതിരിച്ചിരിക്കുന്നത്. ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് 4.5 കൊല്ലം മുമ്പ്, അവിടെ വേറെ കമ്മീഷന്മാരുണ്ടോ? 4.5 കൊല്ലം മുമ്പ് 2019 ഡിസംബർ മാസം 2019 ഡിസംബർ മാസം 31-ാം തീയതി ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി, ഇറ്റ് ഇസ് ഓൺലി എ കമ്മിറ്റി നോട്ട് എ കമ്മീഷൻ, കമ്മിറ്റി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. 2019 ഡിസംബർ മാസം 31-ാം തീയതി എന്ന് പറഞ്ഞാൽ 2019 പിന്നെ ദിവസങ്ങളില്ല. 2020 ജനുവരി മാസം 11-ാം തീയതി മാധ്യമം പത്രത്തിൻ്റെ ലേഖൻ അനുരു അശോകൻ ഒരപേക്ഷ സമർപ്പിച്ചു. ഈ റിപ്പോർട്ടിൻ്റെ കോപ്പി വേണം. അപ്പോൾ 11 ദിവസം കൊണ്ട് സത്യത്തിൽ ഇതിൻ്റെ ഒരു പ്രോസസ്സ് നടന്നിട്ടില്ല. CM-ൻ്റെ ഓഫീസിൽ നിന്ന് ഒരു പക്ഷേ അത് തപാലിൽ കിടക്കുകയോ അല്ലെങ്കിൽ കൺസേൺഡ് ഓഫീസർമാരെ സൂക്ഷിച്ച് വെച്ചിട്ട് അങ്ങോട്ട് കൊടുക്കണോ വേണ്ട ആലോചിക്കുകയോ കത്തെഴുതുകയോ കവറിംഗ് ലെറ്റർ തയ്യാറായി വരികയോ ഒക്കെ ചെയ്യുന്ന സമയമായിട്ടുള്ളൂ. അവരവിടുന്ന് വിവരം കൊടുത്തില്ല. 1 മാസം കാത്തിരുന്നു ഈ പത്രപ്രവർത്തകൻ. 1 മാസത്തിനകം വിവരം കൊടുക്കാതായപ്പോൾ അയാൾ എന്ത് ചെയ്തു? ഹി ഫയൽഡ് ആൻ അപ്പീൽ, ഫസ്റ്റ് അപ്പീൽ ബിഫോർ ദ higher authority of the SPIO. The appellate authority, higher authority was ready to disseminate that information, that piece of information at least. But in the meantime, there was an LA question filed before the Secretary to Legislature. So, നിയമസഭാ കമ്മിറ്റി, നിയമസഭയിൽ ചോദ്യം വന്നു. അപ്പോൾ പിന്നെ ഇത് പ്രിവിലേജായി, സഭയുടെ പ്രിവിലേജായി. സഭയിൽ പറയാതെ ഇതിൻ്റെ മറുപടികളോ വിവരങ്ങളോ പുറത്തു കൊടുക്കാൻ കഴിയില്ല. Thus, the appellant got a reply. സഭയിൽ ഇതിൻ്റെ മറുപടി പറഞ്ഞതിന് ശേഷം വിവരം നൽകാം. സഭ കൂടി മറുപടി എന്തോ പറഞ്ഞതല്ലാതെ വിവരം അവിടെ കൊടുത്തില്ല. അതുകൊണ്ട് ഇനി കൊടുത്തിട്ട് കൊടുക്കാമെന്ന നിലയ്ക്ക് ഇങ്ങനെ നീണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അനുരു അശോകൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ മുന്നിൽ സെക്കൻഡ് അപ്പീൽ ഫയൽ ചെയ്തു. ആ അപ്പീൽ പരിഗണിച്ച മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിൻസൻ എം പോൾ, റിട്ടയർഡ് DGP, ഇതിപ്പോൾ കൊടുക്കാൻ കഴിയില്ല. കാരണം ഇറ്റ് ഈസ് വെരി പ്രിമച്വർ ടു ഡിസമിനേറ്റ് ദിസ് ഇൻഫർമേഷൻ നൗ. സെക്കൻഡ് തിങ് ഈസ്, കൊടുക്കാവുന്നതും കൊടുക്കാൻ കഴിയാത്തതുമായ വിവരങ്ങൾ കൂടിക്കലർന്ന് കിടക്കുന്നതിനാൽ കൊടുക്കാൻ കഴിയില്ല, കൊടുക്കേണ്ടതില്ല. ദാറ്റ് വാസ് ദ ഓർഡർ. ഈ ഓർഡർ
അനുരു അശോകന് തൃപ്തികരമല്ലെങ്കിലും ആർക്ക് തൃപ്തികരമായി? ദ SPIO ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്, കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റ് വലിയ ആശ്വാസമായി. ആ ആശ്വാസത്തിൻ്റെ മേൽ പിന്നീട് വന്ന എല്ലാ വിവരാവകാശ അപേക്ഷകളും ഇതിന് മറുപടി കൊടുക്കണ്ട എന്ന് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് എന്ന കാരണം പറഞ്ഞ് അതിൻ്റെ കോപ്പിയും വെച്ച് ഇവർ നിഷേധിച്ചുകൊണ്ടേയിരുന്നു. 2024 ജൂൺ മാസത്തിൽ എൻ്റെ മുന്നിൽ ഒരപേക്ഷ വന്നു. അപ്പോൾ പഴയ ഫയലുകൾ ഞാൻ പരിശോധിച്ചപ്പോൾ ഇങ്ങനെയാണ് കൊടുക്കാതിരുന്നിട്ടുണ്ട്. സോ ദ തേർഡ് പോയിന്റ് ഓഫ് ഇൻഫർമേഷൻ എവിടെ? ഇത് നോക്കിയപ്പോൾ അത് അവിടെ പരിഗണിച്ചിട്ടില്ല. അങ്ങനെയാണ് സെക്ഷൻ 10 ഓഫ് ദ RTI ആക്ട്, സെക്ഷൻ 10(1) പറയുന്നത് സെവറബിലിറ്റിയാണ്. നൽകാവുന്ന വിവരങ്ങളിൽ നിന്ന് നൽകാൻ പാടില്ലാത്ത വിവരങ്ങൾ കൂടിക്കറന്ന് കിടപ്പുണ്ടെങ്കിൽ നൽകാൻ പാടില്ലാത്തവ മാറ്റി വെച്ചിട്ട് നൽകാവുന്നത് അത്രയും കൊടുക്കണം. ഒന്നും മനസ്സിലായി കാണുന്നില്ല. സെപ്പറേഷൻ നടത്തണം അല്ലേ? കൊടുക്കാവുന്നതും കൊടുക്കാൻ പാടില്ലാത്തതും കൂടിക്കുഴഞ്ഞ് കിടപ്പുള്ള സന്ദർഭങ്ങളിൽ കൊടുക്കാവുന്നവ മാത്രം തിരഞ്ഞെടുത്ത് കൊടുക്കണം. ഫോർ ദാറ്റ് ദ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഷുഡ് ബി ഇൻസ്ട്രുമെൻ്റൽ. അത് ആര് ചെയ്യണം? സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ചെയ്യണം. അങ്ങനെയാണ് ഈ റിപ്പോർട്ട് ഇതിൽ പരാമർശിക്കുന്ന വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് പെനട്രേറ്റ് ചെയ്യാത്ത എല്ലാ വിവരങ്ങളും കൊടുക്കണം എന്ന് കമ്മീഷൻ ഉത്തരവായത്. അതിനുശേഷം ഭയങ്കരമായ ചർച്ചകൾ വലിയ വലിയ തലത്തിലൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച തലങ്ങളിൽ നിന്നൊക്കെ ഈ ചർച്ച പോയി. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞെങ്കിലും മരങ്ങൾ ഇങ്ങനെ പെയ്യാൻ തുടങ്ങി. ഇതൊക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷെ ചർച്ച ചെയ്യുമെന്ന് ഞാൻ കരുതിയിരുന്നതും ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടാത്തതുമായ ഒരു കാര്യം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 കൊല്ലം പുറത്തു വിടാതിരുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും ഇപ്പോൾ അതേ റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ സമ്പൂർണമായ ഉത്തരവാദിത്വവും സംസ്ഥാന വിവരാവകാശ കമ്മീഷന് തന്നെയാണ്. അതിൻ്റെ പുറത്ത് വേറെ ആർക്കും ഒരു റോളുമില്ല. പക്ഷേ ഈ ചെയ്യാത്ത കുറ്റത്തിന് പലരും പഴി കേൾക്കേണ്ടി വന്നതുപോലെ പ്രതിസ്ഥാനത്ത് വേറെ പല കേന്ദ്രങ്ങളെയും നിർത്തിക്കൊണ്ടാണ് ചർച്ചകൾ പോയത്. വീണ്ടും ഞാൻ പറയുന്നു, ഈ റിപ്പോർട്ട് ഇത്രയും കാലം പുറത്തു വിടാതിരുന്നതിൻ്റെയും ഇപ്പോൾ പുറത്തു വിട്ടതിൻ്റെയും പൂർണ്ണ ഉത്തരവാദി